നമസ്കാരം, അസ്സാം വലൈക്കും. ഇവിടെ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റംസാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നോമ്പുകാലം ആകാറായി. ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. റംസാൻ മാസം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനസികവും ശാരീരികവുമായിട്ട് ഒന്ന് ശുദ്ധി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാസത്തിൽ എല്ലാവരും ഫാസ്റ്റിംഗ് എടുക്കുന്നത്, അല്ലേ? സ്ട്രെസ് മാനേജ്മെൻറ്റിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഫാസ്റ്റിങ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഹെൽത്തിനും വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെയുള്ളൊരു ഫാസ്റ്റിംഗ് ആണല്ലോ ഈ 10-16 മണിക്കൂറോളം ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറയുന്നത്. അത്ര ഈസിയർ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതും ചെറിയ കുട്ടികൾ വരെയാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് കുറുമ്പൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇത്തിരി വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കാം. പക്ഷെ അങ്ങനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെക്കും കുഞ്ഞു കുട്ടികൾ വരെ ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫാസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെ ഭക്ഷണം കഴിച്ചാലാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഒന്ന് വെയിറ്റ് ഒക്കെ കുറയ്ക്കാനും അതുകൂടാതെ നിങ്ങളുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഒക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഫാസ്റ്റിംഗ് ഒരു ഡയറ്റൊന്നും അല്ലല്ലോ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്നല്ലേ, അങ്ങനെ പലരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു താല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് ശരിക്കും ഈ 1 മന്ത് ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക, പല അസുഖങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും, സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു മാസമാണ് ഈ ഹോളി റംസാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫാസ്റ്റിങ്ങും പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ അല്ലാതെ 1 ടൈം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും, അല്ലേ? ഈ ഏത് രീതിയാണെങ്കിലും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഫാസ്റ്റിങ്ങിൽ, റംസാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർഗൻസൊക്കെ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കും റംസാൻ മാസം വരാനായിട്ട്. കാരണം ഞങ്ങൾക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ. ബാക്കി എല്ലാ മാസങ്ങളിലും ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്കും വേണമല്ലോ ഒരു റെസ്റ്റ്. പിന്നെ നമ്മുടെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും, BP ഹൈ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും, തൈറോയിഡ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്ക് അധികം ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല ഈ ഫാസ്റ്റിംഗ്. എങ്കിലും ഞാൻ ഇതുവരെക്കും ഒരു പേഷ്യൻറ്റിനെയും കണ്ടിട്ടില്ല ഈ റംസാൻ മാസത്തിൽ നോമ്പെടുത്തിട്ട് ഷുഗർ വല്ലാണ്ട് ഡൗൺ ആയി പോകുന്നവരെ കണ്ടിട്ടില്ല. അതിനൊരു പ്രോപ്പർ വേയിൽ എടുക്കണമെന്ന് മാത്രം. പിന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്ന രോഗികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ, അപ്പം അതുകൊണ്ട് അവർക്ക് ഷുഗർ ലോ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻസുലിനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നോർമൽ ഡയറ്റിൽ പോകുന്ന ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക്, ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഫാസ്റ്റിംഗ് എടുക്കാവുള്ളൂ. അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നോമ്പുകാലമായി നമ്മൾ ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത്താഴം, അല്ലേ? അത്താഴം എങ്ങനെയുള്ളതായിരിക്കണം? അത്താഴത്തിന് നിങ്ങൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഫ്രൈഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ അത്താഴത്തിന് ഒഴിവാക്കുക. ചോറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡൊക്കെ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചോറ്, പിന്നെ അതുപോലെ കൂടുതൽ അരിഭക്ഷണമായിരിക്കും നല്ലത് കേട്ടോ. ഈ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചോറ് യൂസ് ചെയ്യാം. ഓട്സ് നല്ലതാണ്, മില്ലറ്റ്സ് നല്ലതാണ്, റാഗി നല്ലതാണ്, ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ. പിന്നെ അരി ആഹാരം തന്നെ ഇഡലി, ദോശ, നൂലപ്പം, പുട്ട്, ഇങ്ങനത്തെ ആഹാര സാധനങ്ങളൊക്കെ അത്താഴത്തിന് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്താഴം അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കുന്നതുകൊണ്ടും പ്രോബ്ലമൊന്നുമില്ല. അത്താഴത്തിന് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുന്നതും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഇനി ആർക്കും ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല, ലൈറ്റ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് അത്താഴ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. തലേന്ന് തന്നെ ഓട്സിൽ കുറച്ച് ലോ ഫാറ്റ് മിൽക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും നട്ട്സ് കട്ട് ചെയ്തിടാം. പിന്നെ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തലേന്ന് രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് അത്താഴ സമയത്ത് നമ്മൾ കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആവുമല്ലോ. അപ്പോൾ എഴുന്നേൽക്കുന്ന ടൈമിൽ തന്നെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി റാഗിയുടെ ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ റാഗിയുടെ പുട്ട് നല്ല ഓപ്ഷനാണ്. മില്ലറ്റ്സ് കുറുക്ക് പോലെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. റാഗി വേണമെങ്കിൽ കുറുക്കി യൂസ് ചെയ്യാം. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും മില്ലറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനായിരിക്കും മില്ലറ്റ്സ്. ഇനി ഇതൊന്നും ഇഷ്ടമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും ആ സമയത്ത് കഴിക്കാനായിട്ട്.
പിന്നെ അതുപോലെ അത്താഴത്തിന് പാലായിട്ട് കുടിക്കരുത് കേട്ടോ. ഓട്സിലൊക്കെ ഇത്തിരി മിക്സ് ചെയ്ത് കഴിക്കാൻ കുഴപ്പമില്ല. പാലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക്, പിന്നെ റവ, ഇവിടെ ആഹാര സാധനങ്ങളൊക്കെ അത്താഴത്തിന് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ച് വല്ലാണ്ട് ഇങ്ങനെ എരിഞ്ഞ് ഹോൾ ഡേ അങ്ങനെ നിൽക്കും. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആഹാര സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഗോതമ്പിൻ്റെത് പരമാവധി ഒഴിവാക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ദാഹം വല്ലാണ്ട് കൂടും, അതുകൊണ്ട് മാത്രം. വെള്ളം നന്നായിട്ട് അത്താഴത്തിന് കുടിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ട് ഇനി ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം. പലരും പറയാറുണ്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല വെറും വയറ്റിലെന്ന്. അതൊന്നുമില്ല. ചെറുനാരങ്ങ വെള്ളമാണ് പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആദ്യമേ ഈന്തപ്പഴം വെച്ചിട്ടാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള കാര്യമായിട്ട് പറയുന്നത്. ഈന്തപ്പഴം എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റൻറ്റ് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. പണ്ട് മുതലേ അതാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുനാരങ്ങ എന്ന് പറയുന്ന അസിഡിക് ആയതുകൊണ്ടാണ് പലരും പറയുന്നത്. പക്ഷേ ചെറുനാരങ്ങ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ആൽക്കലൈൻ നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചെറുനാരങ്ങ വെള്ളം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മധുരം യൂസ് ചെയ്യാം, അത്യാവശ്യം മാത്രം. ഒരുപാട് ഇപ്പോൾ ഒഴിവാക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാവാം. കുറച്ചൊക്കെ മധുരമില്ലാതെ പറ്റുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക, ഒരുപാട് മധുരം കുറുക്കി യൂസ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യണേ, പിന്നെ നോർമൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ചായ കോഫിയൊക്കെ അത്താഴത്തിന് യൂസ് ചെയ്യാതിരിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാരണമാണ് രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ചായ കോഫി. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇനി നോമ്പ് തുറന്നു കഴിയുമ്പോൾ ചായ കോഫി യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ മെയിൻ ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കുക കേട്ടോ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പുട്ട്, ഏതാഹാരം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസ് ഇപ്പോൾ ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഇത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഒഴിവാക്കേണ്ട ഒരു പ്രധാന ഭക്ഷണം എന്ന് വെച്ചാൽ ഈ ഫ്രൈഡ് ഐറ്റംസ്, വറവ് സാധനങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് വെയിറ്റ് ഒട്ടും കൂടത്തില്ല. വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും വെയിറ്റ് ലോസിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് വെള്ളം നന്നായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഫ്രൂട്ട് ജ്യൂസായിട്ട് കുടിക്കുന്നതിനെക്കാട്ടിയും ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് അടിക്കുകയാണെങ്കിൽ തന്നെയും പഞ്ചസാര ഒഴിവാക്കുക കേട്ടോ. പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ടുള്ള ജ്യൂസാണ് നല്ലത്. നോമ്പ് കഞ്ഞി യൂസ് ചെയ്യുമല്ലോ, വളരെ നല്ലതാണ് കേട്ടോ. അതിൽ ആശാളിയൊക്കെ ഉപയോഗിക്കുമല്ലോ. അയണിൻ്റെ നല്ലൊരു നല്ലൊരു സോഴ്സാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് കഞ്ഞി, അതായത് ജീരകക്കഞ്ഞി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആ സമയത്ത്. അതും വളരെ നല്ല ഓപ്ഷനായിരിക്കും. മൈദയുടെയും റവയുടെയും ഒക്കെ ആഹാര സാധനങ്ങൾ ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ നല്ലത്. വല്ലപ്പോഴും ഉപയോഗിക്കുക കേട്ടോ. എല്ലാ നോമ്പിനും ഇപ്പം കംപ്ലീറ്റ് അങ്ങനെ ഒഴിവാക്കണമെന്നില്ല. നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. നോമ്പിന് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഡിന്നർ കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് കേട്ടോ. ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് പരമാവധി ഒഴിവാക്കുക. ജസ്റ്റ് യോഗ ചെയ്യാം. വാക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് പുറത്തൊന്ന് നടക്കാൻ പോവാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി മാത്രം, അല്ലാതെ ഹെവി ആയിട്ട് ഇൻറ്റൻസീവായിട്ട് ജിമ്മിലൊക്കെ ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. പിന്നീട് ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യും. ഫുഡ് ഒരുപാട് കഴിക്കാനുള്ള ഒരു ക്രാവിങ്സ് നമുക്ക് തോന്നുകയും ചെയ്യും. ബോഡി ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം നന്നായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ കസ്കസ്, ചിയാ സീഡ് ഇതൊക്കെ ഇട്ട് വെച്ച വെള്ളം കുടിക്കാവുന്നതാണ്. കസ്കസ് വാട്ടർ ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്ക് വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷനിൽ നിന്ന് ബോഡിയെ ഒന്ന് തടയുന്നതിനും ഒക്കെ ഈ കസ്കസ് ഇട്ട വെള്ളം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിടയ്ക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോമ്പ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് നാരങ്ങ വെള്ളം പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ കസ്കസ് കുതിർത്ത് വെച്ച കസ്കസ് ഈ നാരങ്ങ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാവുന്നതാണ്. അത് നല്ലൊരു വേ ആണ്. അല്ലെങ്കിൽ വെറുതെ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഇടയ്ക്ക് കുടിക്കാവുന്നതാണ്. അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ നോമ്പ് വളരെ മനോഹരമായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. നോമ്പ് കഴിഞ്ഞിട്ട് വെയിറ്റൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് നിർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും.
പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ്. എപ്പോഴും നന്നായിട്ട് നോമ്പിൻ്റെ സമയത്ത് വേറെ ചിന്തകളൊന്നും വരാതെ, പിന്നെ നമുക്ക് ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയ സമയം കൂടെ കേട്ടോ. അപ്പോൾ ഒരു 1 മന്തൊക്കെ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അഡിക്ഷനിൽ നിന്ന് നമുക്കൊന്ന് ഒഴിവാകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.